ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പുണ്ടയാണ്. അതെ, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കിലോ ഗോതമ്പ് എടുത്ത് വെക്കുന്നുണ്ട്. അതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. എന്നിട്ട് അതിനെ ഒന്ന് പൊടിക്കണമെന്ന് പറയുമ്പോൾ തീരെ പൗഡർ ആക്കരുത്. ഒരു ചെറിയ തരി പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല രസകരമായിരിക്കും. അങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ആ ഒരു രീതിയിൽ വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ വേണം, ചെരിഞ്ഞ തേങ്ങ. നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കുക. അതായത് ഗോതമ്പ് പൊടിക്കകത്ത് മിക്സ് ആകുമ്പോൾ നമുക്ക് ആ തേങ്ങയുടെ സ്വാദ് കിട്ടുന്ന രീതിയിൽ തേങ്ങ വറുത്തെടുക്കുക. ഇതുപോലെ ഫ്ലേക്സ് ആയിട്ട് വരുന്ന സമയത്ത് അതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. പിന്നീട് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിനകത്തോട്ട് നമ്മൾ ശർക്കരയാണ് വെക്കാൻ പോകുന്നത്. അപ്പം ഈ പാനിയാണ് നമ്മൾ കുഴയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് കൂട്ടാം. ഇപ്പം ഞാനിവിടെ 1 ഗ്ലാസ് 1.5 ശർക്കരയാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ തിളയ്ക്കുമ്പോഴത്തേക്കും വേറൊരു പാത്രത്തിലോട്ടും ഞാൻ ആൾറെഡി അരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്ത് എടുക്കാൻ വിട്ടുപോയതാണ്. ഇത് രണ്ടാമത് അരിച്ചെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ അരിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ പഞ്ചസാര, ഏലക്ക, ചെറിയ ജീരകം കൂടി പൊടിച്ച് ചേർക്കണം. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ പൊടിച്ച ഗോതമ്പ് പൊടിയും കൂടി നമ്മൾ ചേർക്കുന്നു, തേങ്ങ ചേർക്കുക. എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു പരുവത്തിലാവും. ഇതിപ്പോൾ കുറച്ചും കൂടി ഒരു നനവുണ്ടെങ്കിൽ നമുക്ക് ഉണ്ട പിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം ഈ രീതിയിൽ നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഗോതമ്പുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. Like, comment, share and subscribe. Bye.